വാവ് ഗൈസ്, ഞങ്ങളെ കൊളുക്കുമല ട്രെക്കിങ് 4 മണിയില്ലേ കാസിമേ? 4 മണിക്ക്. പക്ഷെ സുഹൈർ നേരം വഹിച്ചുകൊണ്ട് 4:45 ആടെ നേരെ അത്രേ ഉള്ളൂ. ഭയങ്കര കോടാണ്, ഒന്നും കാണുന്നില്ല. ജീപ്പിൽ അങ്ങനെ രവിയെണ്ണം കൊണ്ടുപോകുന്നുണ്ട്. എന്താവും നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഫുൾ ട്രക്കിങ്. റോഡൊന്നും കാണണേ ഇല്ല, റിഫ്ലക്ടർ മാത്രം. സീന് എക്സ്പീരിയൻസ് ആയ ആൾക്കാർ വേണ്ട ഡ്രൈവ് ചെയ്യാനോടെ. വഴി അറിയുന്ന ആൾക്കാർ തന്നെ വേണം, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മ രവിയണ്ണ നമ്മക്ക് ലൈറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. കൊളുക്കുമലൊക്കെ നമ്മളെ കൊണ്ടുപോയ രവിയണ്ണ. രവിയണ്ണ സൂറ്റർ ഹായ്. രവിയണ്ണ ഹായ് പറഞ്ഞിട്ടുണ്ട്. സുഹൈറ അങ്ങനെ പറയാള്. സുഹൈറും ഹായ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര റഷായിട്ടാ, ഇപ്പൊ തന്നെ അവിടെ റഷായി. ഫുള്ള് ട്രാവലറിലെ ആൾക്കാരുണ്ട്. രവിയണ്ണ ടിക്കറ്റ് എടുക്കാൻ പോയി. കാസിമ സുഹൈറിന്റെ സുരാലിലേക്ക് തൊട്ടാ വന്നേ. ആരടാ സുഹൈറിന്റെ മീശപ്പൊലിമലി മുഞ്ചിട്ടാ. അവൻ വെറുതെ ഒരു തള്ളി മറിക്കാണ്. നമ്മളത് രവീണ്ണൻ പോയി. രവീണ്ണൻ ടിക്കറ്റ് എടുക്കാൻ പോയി. ഇവിടുന്ന് പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് പോകണ്ടേ. അങ്ങനെ രവീണ്ണൻ ടിക്കറ്റ് എടുത്ത് പാസ് എടുത്തിട്ട് കയറണം നല്ല മേൽക്ക്. റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഓഫ് ട്രക്കിംഗ് റോഡ് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മളെ വണ്ടിക്കൊന്നും മാറ്റില്ല. ഇവിടെ ജീപ്പ് തന്നെ വരണം. 1 മണിക്കൂർ റണ്ണിങ് ഉണ്ട് ഇവിടെ. സീൻ ഓഫ് റോഡ്, സീൻ ഓഫ് റോഡ്. റോഡത്തിൽ കഥ ഫുൾ കല്ല് കുട്ടികള് കാണാൻ നോക്കൂ. ഓ പലവരൊക്കെ 4 കാല് മേലാണ്. എവിടേക്ക് ജീപ്പ് ഇറങ്ങി കൊളുക്കുമല സ്പോട്ടിലേക്ക് പോവാം. ആ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. നല്ല പീക്കിലേക്ക് പോണേ. ഇവിടെ ക്യാമ്പിങ് ഉണ്ട് കേട്ടോ, കേറിക്കണം പോണെങ്കില്. ജീപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു കുത്തനെ കയറ്റം കയറാണ്ട് കേട്ടോ. കാസിമേ പരമാവധി നേരത്തെ വരിക. നേരത്തെ വന്നാല് നമുക്ക് നല്ല സ്ഥലം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫൈനലി കൊളുക്കുമല എത്തിട്ടോ. നല്ല സൺറൈസ് സ്റ്റാർട്ട് ചെയ്യണം. സണ്ണിന് കാണാനില്ല. இருக்கு எந்த ஜியோ ஏர்டெல் தானே வேணும். ஏர்டெல் ஃபுல்லாக நெட் ஆன்ல. നമ്മള് വന്നപ്പോത്തിന് ഫുള്ള് ആളായിക്കാൻ കേട്ടാ. മേലെയും താഴെയൊക്കെ ആയിട്ട്. സണ്ണ് എത്തിയിട്ടില്ല. ഫൈനലി നമ്മള് സണ്ണ് വന്നിട്ടാ. മൽമന നിക്കുന്നുണ്ട്. കാണാനല്ലേ കൂട്ടത്തിൽ എവിടെ പോയതെന്ന് നമ്മള് പിന്നെ പറയണ്ട്. നമ്മൾ ഇറങ്ങിട്ട് പറയും. ക്ലൗഡ് ബെഡ് അപ്പുറത്തൊക്കെ ഉണ്ടോ? വീട്ടിൽ കാണുന്നില്ല. ആ മലിന്റെ അപ്പുറത്ത് ക്ലൗഡ് ബെഡ് ഉണ്ടോ? ഇങ്ങനെ സൺറൈസ് കഴിഞ്ഞ് നല്ല തിരക്കാണ്. സ്വേറോ ഉണ്ട്. സൂപ്പർ. അപ്പൊ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോവാണ് നമ്മളെ വണ്ടിയില്. കാസിമ ട്രക്കിങ് ആണ്ടേ? വേറെ ട്രക്കിങ് ആണ്ടേ? ഭയങ്കര സീന് റോഡാണ്. കാരണം എന്താ അറിയോ, വേറെ വിശപ്പുലിമല പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചു. അണ്ണാ ഇത് ഈ റോഡ് എങ്ങണ്ടാ? ബോസ്പിക്ക് പറഞ്ഞില്ല. ബോസ് പീക്ക് ആണത്. ഓക്കെ. അവിടെ വരെ വണ്ടി പോകും. കൊറേ നടക്കാണല്ലേ? അരമണിക്കൂർ നടക്കും. അരമണിക്കൂർ നടക്കണം. ഇതൊക്കെ നമ്മള് പോയ സ്ഥലട്ടോ. രാത്രി ട്രക്കിങ്ങിന്റെ മാത്രം ടീമാണ്. ഇരുട്ടത്ത് ഇതൊന്നും കാണില്ലേ? എന്താ രസം. സ്വയം എങ്ങനെ ട്രക്കിങ്? ഒന്നും പറയാനില്ല. മികച്ചൊരു എക്സ്പീരിയൻസ്.
വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് അല്ലേ? എക്സ്പ്ലോർ ചെയ്യാം. മറ്റേ മീശപ്പുലി പോയിട്ടുണ്ട്. അല്ല എന്താണ് അത് മീശപ്പുലിമല പോയിട്ടുണ്ട്. പക്ഷെ ബീച്ച് പോയില്ല. പേരും കൂടി അറിയണില്ല. അവിടേക്ക് കേറാണ്. കൊളുക്കുമല ട്രക്കിംഗ് എക്സ്പീരിയൻസ് കോടിറങ്ങിയിട്ട് ഒരു കാണില്ല. നമ്പർ മതി. ഇത് നല്ലൊരു റോഡ്, കുറച്ചിട്ട് നല്ല റോഡ് വരാണ്ട്. അതാണ് ശരിക്ക് നല്ല ക്ലൈമറ്റ് വരുന്നുണ്ട്. കോട ഇറങ്ങുന്നുണ്ട്, ചെറിയ മഴ വരുന്നുണ്ട്. ട്രക്കിങ് ഇറങ്ങാണ്. ട്രക്കിങ്ങിന് പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്വയറാണ്. ഒരു കൈ ഇവിടെ പിടിച്ചിരിക്കണേ, കാലൊക്കെ ടൈറ്റ് ആക്കി പിടിച്ചു. കേറുമ്പോ എങ്ങനെയല്ലേന്നോ, കേറുമ്പോ എങ്ങനെയാ അങ്ങനെ രണ്ട് കൈയും പടിയും പിന്നെ എന്റെ കാലിങ്ങനെ അറ്റധികം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു നിലക്ക് പിടിക്കണ നമ്മളാരും നമ്മളെപ്പോഴും സംരക്ഷിച്ചു. നമ്മളാരെയൊക്കെ നമ്മൾ നോക്കണം. പക്ഷെ നമുക്ക് ഇനിയും ട്രക്കിങ്ങിന് ഒരുപാട് പോകാനുള്ള ട്രക്കിങ് ഇറങ്ങുന്നുണ്ടോ നല്ല ഇതെന്താടേ തേയിലത്തോട്ടത്തിനുള്ള നാടുകൂടെ ഷെയ്ക്കാണോക്കെ കയ്യ്. കൈ മുട്ടിച്ച് ഓ പോരണ പോയി. നല്ല തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും നമ്മൾ രാത്രി കാണൂല. സീൻ. എന്റെ കൈയിട്ട് ഇവരോടെ ഇല്ല. അന്ന് പോണത് ഫോണൊന്നുമല്ലല്ലോ. ശരിക്കും നമ്മളത് ട്രക്കിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിന്റെ വ്യൂ അറിയണേ. നല്ല മറ്റേ രാവിലെ കയറണേ. ആ അപ്പോഴാണ് എന്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നത്. അപ്പോഴാണ് ഈ റോഡൊക്കെ എങ്ങനെയാണെന്നുള്ള കറക്റ്റ് കിട്ടുന്നത്. നല്ല തേയിലത്തോട്ടം നല്ല രസമാണ്. പോയിരുന്ന ബൈക്ക് വേണമെങ്കിൽ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടോ. അവിടെ കുറെ ടീമുണ്ട്. ഞങ്ങള് കുറച്ച് താഴെ, സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് താഴെ ഇറങ്ങാന്ന് വിചാരിച്ചു. അല്ലോ ഈ റോഡൊക്കെ നോക്കി നോക്കി. ഇതൊക്കെ എക്സ്പീരിയൻസ് കേട്ടോ. ലൈഫ് ടൈമിൽ ഒരു ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഈ ട്രക്കിങ്. ആ പോലെ എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കാണ് പോയി. വ്ളോഗ് പോണ വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫോട്ടോ ഒക്കെ നിർത്തിയാ സ്വയം ഇറങ്ങി ഒന്ന് പോസ് ചെയ്താ. ആ പോസിന് എത്ര മാർക്ക്? ശിവ മാറിക്കേ, ഞങ്ങള് വ്ളോഗ് എടുക്കണേ. ലാസ്റ്റ് കാസിമിന്റെ കാലുണ്ടോ പറയും അല്ലേ? ഇതുകൂടി ഇറങ്ങുമ്പോ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. ഇവിടുന്ന് ഡേഞ്ചർ ആട്ടാ, അങ്ങനെ ഇറങ്ങരുത്. സേറാ എന്താ പറയാളേ? വളരെ നല്ല വ്യൂ പോയിന്റ് അല്ലേ? എന്താ രസം. ഓ ആൾക്കാര് തേയിലത്തോട്ടത്ത് പോയി കണ്ട് ഫോട്ടോ എടുക്കണ്ട്. ഇത് ഞാൻ 97 വിട്ടതാ ഈ സീനൊക്കെ. പണ്ടത്തെ ആൾക്കാർ തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കും. ആ വൈബാ അല്ലേ? സെറ്റാ. അത് ജീപ്പാടി, വെള്ളച്ചാട്ടല്ല. ആ പോരെ മതി. കഴിഞ്ഞ പ്രാവശ്യം അട്ട കയറിയതിന് ആൾക്കെല്ലാം അങ്ങനെ തേയിലത്തോട്ടം കണ്ട് സ്വയരും കാസിമും വരുന്നുണ്ട്. എങ്ങനെണ്ടാ റിവ്യൂ പറയേ? സൂപ്പർ സൂപ്പർ. കാസിം എങ്ങണ്ടേ? റിവ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ തേക്കാൻ സാധ്യത ഉണ്ട്. ആളപ്പൊ കൊഞ്ഞോട്ടോ ഇല്ല. ഇങ്ങനെ വ്ളോഗിൽ നമ്മള് ട്രക്കിംഗ് റോഡ് കഴിഞ്ഞു, ഓഫ് റോഡ് കഴിഞ്ഞ് കോൺക്രീറ്റ് റോഡ് എത്തി. ഹലോ എങ്ങനെയാണ് അനുഭവം? ആകെ അതയിക്കണേ ആളെ. നല്ലതിന്റെ ഏറ്റവും മേൽക്കങ്ങൾ പോയിണ്ട്. മസ്റ്റ് ട്രൈ അല്ലേ? ഹലോ മസ്റ്റ് ട്രൈ. റൂമൊക്കെ എത്താനായി. ഏതാ ക്ലൈമറ്റ്? കോട. സാർ എന്താ എങ്ങനെയുണ്ട്? ശരിക്കല്ലേ? ചിരിക്കുകയാണ്. ആൾക്ക് നാണം. ക്ലൈമറ്റ് എന്താ ചോദിച്ചാൽ ആൾക്ക് നാണം. ഞങ്ങളെന്ത് ട്രക്കിങ് കഴിഞ്ഞ് സൂപ്പർ ക്ലൈമറ്റിലാ, വേറെ ലെവൽ. ഓ സീൻ സീൻ സീൻ. ഓ അങ്ങനെ ഞങ്ങള് കഴിഞ്ഞു കാസിമ. നമ്മള് തിരിച്ച് നമ്മളെ ഏലക്കാത്തോട്ടത്തിലേക്ക്. ഇതാണ് ഞങ്ങളെ ഹോം സ്റ്റേ. ഏലക്കത്തോട്ടത്തിലെത്തി. എങ്ങനെയുണ്ട് ട്രക്കിംഗ്? സെറ്റ്. നല്ല ഒരു എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് അല്ല, മസ്റ്റ് ട്രൈ ചെയ്യാം. ഊരവേദനയും മറ്റേ വേദന ഉള്ളവരുന്ന് വരണ്ട. കാരണം അത്രയും മസ്റ്റ് ട്രൈ ആണ്. അതായത് മസ്റ്റ് ട്രൈ പറഞ്ഞാല് അത്രയും ട്രക്കിംഗ് ആണ്. ട്രക്കിംഗ് ആണ് ഭയങ്കര. റോഡാണ് അത്രയും ഓഫ് റോഡ് റോഡാണ്. ചെയ്തതില് ഏറ്റവും ബെസ്റ്റ് ട്രക്കിംഗ് എന്ന് പറയാം. വാഗമണ്ണിൽ നമ്മളൊരു മുന്നിൽ വീഡിയോ ഇട്ടിരുന്നു വാഗമണ്ണിന്റെ. അതിനേക്കാളും കുറച്ചും കൂടിയും കുറച്ചൊരു സാധനം കൊളുക്കുമല്ല. പക്ഷെ മസ്റ്റ് വിസിറ്റ് ആണ് സൺറൈസ്. എല്ലാരും പോണല്ലേ? ലൈഫ് ടൈമിൽ എന്തായാലും പോണം. ഇത് നോക്കിയപ്പോ ഞങ്ങള് ഹോം സ്റ്റേന്റെ അടുത്തേക്ക് നമ്മൾ നിന്ന ഹോം സ്റ്റേ. എങ്ങനെയുണ്ട്? എന്താ എന്റെ അഭിപ്രായം?
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാ നമ്മൾ ഹോം സ്റ്റേ 4 റൂം പോലെ ഉണ്ട്, 2 റൂം പോലെ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ സ്വാമി അണ്ണനാണ്. ഒന്നും പറയില്ല, നല്ല വൈബാണ്. നല്ല വൈബിലാ, കോട എപ്പോഴും ഫുൾ ടൈം കോടയാണ്. ഫുൾ ടൈം കോട. വളരെ ബഡ്ജറ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. നല്ല റൂമാണ്, നല്ല ക്ലീൻ റൂം, ഫാമിലിക്ക് പറ്റിയ നല്ലൊരു ഇതാണ്. അതായത് ഫുഡും ഹോംലി ഫുഡാണ്, ഹോംലി ഫുഡ് കിട്ടും. അതെ. പിന്നെ നമ്മള് ഇങ്ങനെ ഈ കൊളുക്കുമല സൂര്യനെല്ലിലേക്ക് വരുമ്പോൾ ഇതേപോലെ സ്റ്റേ നമുക്ക് കിട്ടണം ശരിക്കും അല്ലേ? അതെ അതെ. നല്ല മുതലാവുള്ളൂ. അപ്പൊ നമ്മളെ സ്വാമി അണ്ണ ഇപ്പൊ വരും, ബാക്കി സ്വാമി അണ്ണ പറയും. അതെ. എന്നാൽ നമ്മളെ അണ്ണനെ നമ്മള് ഹോം സ്റ്റേ സെറ്റാക്കി തന്നത് നല്ല സർവീസാണ്. ഫാമിലിക്ക് വരുമ്പോൾ നല്ലൊരു സർവീസ് നമ്മളെ അണ്ണൻ തരും. അപ്പൊ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ട് വരികയാണെങ്കിൽ അണ്ണന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചിട്ട് വരിക. അണ്ണാ വേറെ എന്തൊക്കെ സൗകര്യങ്ങളുള്ള ഇവിടെ നമ്മൾ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഡിന്നർ കൊടുക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, സൺസെറ്റ് ട്രക്കിംഗ് കൊടുക്കുന്നുണ്ട്, പിന്നെ കൊളുക്കുമല സൺറൈസ് ജീപ്പ് സവാരിയും കൊടുക്കുന്നുണ്ട്. ഫുഡൊക്കെ അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മളെ ഹോം ഫുഡ് തന്നെ കൊടുക്കുന്നുണ്ട്. ഹോംലി ഫുഡ് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ചില ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് വയറിന് പ്രശ്നം, പക്ഷെ ഇതൊന്നുമില്ല, വീട്ടിൽ നിന്ന് കഴിക്കണം ആ സാധനം. അപ്പൊ അണ്ണൻ നമ്മളെ നാച്ചുറലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഫുൾ ഏലത്തോട്ടം നാച്ചുറലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ റൂമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്ലീൻ ആണ്, സൂപ്പർ റൂമാണ്. അണ്ണൻ നല്ല സർവീസുമാണ്. അപ്പൊ എല്ലാവരും ഇനി വരുമ്പോ എന്തായാലും അണ്ണന്റെ ഇലാറോ ഹോം സ്റ്റേ, പേര് പറക്കണ്ട, എല്ലോറ ഹോം സ്റ്റേ സൂര്യനെല്ലി, അത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും വരും. നല്ല റിവ്യൂ ആണ്. ഞാനും റിവ്യൂ കണ്ടിട്ടാണ് ഇതെടുത്തത്, ഹോം സ്റ്റേ എടുത്തത്. ഒരു റിവ്യൂ കണ്ടിട്ടാണ് നമുക്ക് ഇറങ്ങിയത്. നല്ലപോലെ അവർക്ക് സർവീസ് കൊടുത്ത് നല്ലപോലെ ഹാപ്പി എൻജോയ്. ഇനി നമുക്ക് കസ്റ്റമർ അങ്ങനെ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പോയി. താങ്ക് യു.